speech by Jose. Good evening. Most respected and distinguished Pralasar and invited guests and our beloved teachers and friends, or shall I say the first four warriors. What do you want? You want to call the first four warriors? There you go. When I'm looking around, it looks like I'm stepping back into the college days. With a little exceptions, a little bit of കുറച്ച് തടി കൂടിയും കുറച്ച് മുടി കുറഞ്ഞു കുറച്ച് പേരൊക്കെ അതെല്ലാം മറയ്ക്കാൻ വേണ്ടി വേണ്ടപ്പെട്ടതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ആ ഒരു സംഭവം നമുക്കതൊക്കെ മറക്കാം. But still, if you look at it, all are having the, കണ്ണിലെ ആ തിളക്കം, ആ കാലത്തുണ്ടായിരുന്ന ആ തിളക്കം ഇന്നും എല്ലാവരിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ ഇവിടെ നിന്ന് കൂടിയിരിക്കുന്നത് നമുക്കറിയാം, നമ്മളുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് നമ്മളുടെ ഞാൻ കുറച്ച് അതിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മളുടെ കാലഘട്ടത്തിനെ പറ്റി ചെറിയൊരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് നമ്മളിവിടെ വീഡിയോ കണ്ടു, ഇതെല്ലാം കണ്ടു, അങ്ങനെ ആയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മൾ ഒത്തിരി സമരങ്ങൾ നടത്തുമ്പോൾ ഐ റിമെമ്പർ ഗോയിങ് ആൻഡ് മീറ്റിംഗ്, എന്താ പറയുക, ഒത്തിരി രാഷ്ട്രീയക്കാരെയും മിനിസ്റ്റേഴ്സിനെ ആരെതിരെ വന്നു കഴിഞ്ഞാലും ജീസണൊക്കെ ചോദിച്ചാൽ ഇന്നയാൾ വരുന്നു, നമുക്കൊരു നിവേദനം കൊടുക്കണമെന്ന് പറഞ്ഞു പോകും. അവരെല്ലാം ചവിട്ടോട്ടെല്ലാം ഇടും, അതൊക്കെ പോട്ടെ. എന്തായാലും നമ്മള് കാര്യമായിട്ട് പോയി കൊടുക്കും, ഇതെല്ലാം നടക്കും, സമരങ്ങൾ നടത്തും, ഒന്നും ചെയ്യും. നമ്മുടെ ആവശ്യം എന്താണ്? ഞങ്ങൾക്ക് ഫെസിലിറ്റി വേണം, കോളേജ് വേണം, അങ്ങനെ വേണം. സോ into that chaos step in Dr. K.P.P. Pillai. So if you think about it, right, he was teaching us a management theory. That's why I look at it. So we are asking for, we want facility, we want this, we want that, but we never thought about how we can go and get it. In the experience, personal experience, I know നമ്മുടെ കോളേജിൽ നിന്നുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് ഇപ്പോഴത്തെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള ഇതിലുള്ളവർ. അപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മൈൻഡ് ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പുള്ളി പറഞ്ഞത്, പുള്ളി എന്നെ ഗ്രാഫ് തിയറി പഠിപ്പിച്ചു. ഗ്രാഫ് തിയറി എന്ന് പറയാം. പുള്ളി എന്നോട് പറഞ്ഞു, where is Kannur? Kannur is in the north. If you put x and y axis, it is going up. Then you think about the educational level, it is coming down. So it is not going to change very immediately. It is going to take time. That was the attitude. So I am not complaining about him, but I am saying what that was the attitude. അങ്ങനത്തെ ഞാൻ പറഞ്ഞു വരുന്ന ചേഞ്ച് തിയറി അല്ലെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിള്ളസാർ വന്നു, കെയോട്ടിക് സിറ്റുവേഷൻ ആയിരുന്നു. ഐ നോ ഹി ഹാഡ് അതർ ഓപ്ഷൻസ്, അങ്ങനെ ചെയ്യാമായിരുന്നു. ബട്ട് ഹി ടേക്കൺ ഇറ്റ് ആസ് എ ചാലഞ്ച്. ഹി കെയിം ദേർ. സോ പുള്ളി പറഞ്ഞു, മക്കളെ ഇങ്ങനൊന്നും ചെയ്യാം, ഞാൻ ഉപയോഗിക്കുന്നില്ല ലാംഗ്വേജ് എന്താണെന്ന് പുള്ളി പറഞ്ഞു. ലാംഗ്വേജ് ഞാൻ ഉപയോഗിക്കുന്നില്ല, ബട്ട് ദ നക്ഷൽ ഇറ്റ് ഈസ്, മക്കളെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്താൽ നടക്കാൻ പോകുന്നില്ല. വി നീഡ്, അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്, വി നീഡ് ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ അതോറിറ്റി. ഐ ഡോണ്ട് നോ അതിൽ ഓർക്കുന്നുണ്ടോ അറിയില്ല. എന്തായാലും നമ്മുടെ ഫൈറ്റിംഗ് അതിനു വേണ്ടിയിട്ടായിരുന്നു. ഡെലിഗേഷൻ ഓഫ് ഫിനാൻഷ്യൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് കൂടുതൽ കാശ് ചെലവഴിക്കാൻ കൊടുക്കുന്ന അധികാരം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അവിടെ കോളേജ് ബിൽഡിംഗ് നമ്മളുടെ NTM സ്കൂളിൽ നിന്ന് പുതിയ സ്ഥലത്തേക്ക് മാറ്റുകയും വിത്തിൻ 11 months the college was there. I'm happy and proud to be part of that. അതിനകത്ത് നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ് അവിടെ നടത്തുകയും ചെയ്തു. That is one day. At least the first batch has an opportunity to have one day class in there. There he is saying that, hey, you do matters. We value you. So I really appreciate Pralasar for doing that. At least, ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മള് ഇപ്പോഴത്തെ കുട്ടികളോട് ഈ പഴയ കോളേജിനെ പറ്റി ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോളേജ് ചേരുന്നവരോട് I don't think they will be knowing anything about the struggles we went through, what was happened or anything. There is no history or nothing of that sort. അത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെയൊക്കെ പിള്ളേരോട് റോട്ടറി ഫോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് റോട്ടറി ഫോൺ അതെന്താണെന്ന് ചോദിക്കും. നമ്മള് പണ്ടല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ദൂരദർശന്റെ ന്യൂസ് കേൾക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി.
ഒരു ഇതാക്കുകയും ചെയ്ത് നമ്മൾ ഹാൻഡിന്റെ അങ്ങോട്ട് തിരിച്ചു വെക്കണം, ഇതാക്കണം. ആ വേൾഡിൽ നിന്ന് വന്ന നമുക്ക് ഇപ്പോഴത്തെ അവരോട് ഇതിൽ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ കോളേജിൽ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ നടന്ന ആ ഒരു സ്ട്രഗിളോ അതിനെ പറ്റിയോ they will be having no idea. So into that picture, KPP plus RK and made that change. So, and I personally believe he has not been recognized for what he did due to whatever reason. So, if you look at it in RK സാറിന്റെ ഇതിനകത്ത് പറഞ്ഞു ഇതുപോലെ ഒരു ഡിസ്റ്റിങ്ഷൻ ആയിട്ട് മനുഷ്യനെ ഇവിടെ ഉണ്ടാകില്ല, ഭാരതത്തിൽ തന്നെ ഉണ്ടാകില്ല, ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം ചെയ്യുമ്പോഴും if you think about it, how much of a distinct appreciation or recognition being extended to him, it is very minimal. So we are hoping that at least as the first 4 batch coming here and recognizing him as a whatever way we can as a token of appreciation, that's what we are doing. And thank you for all of you for coming for that. ഇനി എന്റെ കടമയിലേക്ക് കിടക്കാണ്. ശരിക്കും പറഞ്ഞാൽ വെൽക്കം പറയാനാണോ, ഞാൻ കഥകളെല്ലാം പറഞ്ഞു. ബട്ട് ജസ്റ്റ് ടു റിമൈൻഡ് ആ ഒരു എന്താ പറയുക സ്പാർക്ക് കെയിം ഇൻ ടു ദ മൈൻഡ്. നമ്മളുടെ കോളേജ് ലൈഫിനെ പറ്റി ഇതിനെ പറ്റി പറഞ്ഞു. സർ, വി റിയലി അപ്രീഷിയേറ്റ് വാട്ട് യു ഡിഡ് ഫോർ അസ്. നമ്മളുടെ ആ ഒരു നമ്മളാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ എന്താണ് എന്നാ പറയുന്നത് ദൃഢനിശ്ചയത്തിന്റെ ഫലമായിട്ട് വന്ന ഒരു റിസൾട്ടാണ്. അദ്ദേഹത്തിന്റെ മകനോട് സംസാരിച്ചു പറഞ്ഞു. നമ്മൾക്ക് ഒത്തിരി ഗസ്റ്റ് ലെക്ചേഴ്സ് അവരെല്ലാം വന്നു. സാറിന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവരെല്ലാം പല രീതിയിൽ സാറിന്റെ മകനടക്കം അവിടെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം എല്ലാ ടോപ്പ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് പഠിപ്പിച്ചുകൊണ്ട് നല്ല എഡ്യൂക്കേഷൻ കിട്ടി വന്നവരാണ്. അതിനെല്ലാം അതുപോലെ തന്നെ പല പല കാര്യങ്ങളും ഒരു പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ അല്ലാതെല്ലാം ചെയ്യാമെന്ന് കഴിയുകയും എല്ലാം ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അതിന് ഞാൻ നിങ്ങളുടെ എല്ലാം പെർമിഷനോടുകൂടി ഐ വാണ്ടഡ് ടു വെൽക്കം ഡോക്ടർ KPP പിള്ളൈ. അതിന് അദ്ദേഹത്തിനോടൊപ്പം ഫാമിലിയും വന്നിട്ടുണ്ട്. വിനോദ് ഉണ്ട്, ഐ തിങ്ക് വിവേക്, വിദ്യ and their kids. I wanted to welcome them also on your behalf. We have other invited guests. I know ഇവിടെ സാറുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നവരുണ്ട്, നമ്മളുടെ പ്രൊഫസേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. I wanted to invite all of them. I don't want to take too much of your time. I just wanted to invite that's teachers and all distinguished guests. On your behalf, I am welcoming all to the team. And I know നമ്മൾ ബാക്കിയുള്ള the first 4 നമ്മൾ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ first 4 this event is basically to rekindle the connection and the honor a visionary. That's what the theme of this event itself. So I don't want to welcome you. So we are all part of it. I don't think, but as an official, I'm welcoming you and all your families and spouses and kids and whoever comes in here. With that, I stop. Thank you.